ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. കലാകായിക രംഗത്ത് നിറസാന്നിധ്യമായ പോക്കുപടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗ്യാലറിയുടെ കാൽനാട്ടൽ കർമ്മം പട്ടാമ്പി MLA മുഹമ്മദ് മോഹ്സിൻ നിർവഹിച്ചു. കലാകായിക രംഗത്ത് നിറസാന്നിധ്യമായ ഓങ്ങല്ലൂർ പോക്കുപടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ക്ലബ്ബ് നടത്തിവരുന്ന ജീവകാരുണ്യ സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം ലക്ഷ്യമിട്ടാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫെബ്രുവരി 9 മുതലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ടൂർണമെന്റിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മം മുഹമ്മദ് മോഹ്സിൻ MLA നിർവഹിച്ചു. രീതിയിൽ സെവൻസ് ഫുട്ബോൾ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ ഓങ്ങല്ലൂർ വെച്ച് വീണ്ടും ഒരു സെവൻസ് ഫുട്ബോൾ മേളക്ക് തുടക്കം കുറിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി 9-ാം തീയതി. പാസ്ക് പോക്കുപടിയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള അതിൻ്റെ തുടക്കം, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായി സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുന്നതാണ് ഇന്ന് തുടങ്ങുന്നത്. നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിന് ധനശേഖരണാർത്ഥമാണ് പ്രധാനമായും ഈ ഫുട്ബോൾ മേള നടക്കുന്നത്. ഒരേ സമയം തന്നെ കായിക അഭിരുചിയുള്ള ആളുകൾക്ക്, ആസ്വാദകർക്ക്, അതുപോലെ കളിക്കുന്നവർക്ക് എല്ലാവർക്കും അവസരങ്ങൾ നൽകുകയും കായിക മേഖലയിൽ വലിയ മികച്ച സംഭാവനകൾ നൽകുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ വേദന അനുഭവിക്കുന്ന അസുഖബാധിതരായി കിടക്കുന്ന ആളുകൾക്ക് അവരുടെ ചികിത്സയ്ക്കും മറ്റു സഹായത്തിനും വേണ്ടി മുന്നോട്ട് വരിക കൂടി ചെയ്തുകൊണ്ടാണ് പാസ്ക് ശ്രദ്ധേയമാകുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, വാർഡ് മെമ്പർ ദിവ്യ, ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരി EK സലീം, കമ്മിറ്റി ഭാരവാഹികളായ ഷാജി PP, അനസ് MT, അസ്കർ AP, ഹിദായത്ത് T, ബാബ, അഷ്റഫ് P, ഹാഷിം T, ഷൗക്കത്ത് KP, അസ്കർ KP തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രമുഖരായ 25ഓളം വരുന്ന ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്.